ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വർഷാലിൽ ഈ ലൈനിൽ ഫുള്ള് കുറേ നഴ്സറി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റില്ലേ? അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം ഏതൊക്കെയാണ് മേടിക്കും. ഇന്ന് ഞാൻ കുറച്ച് എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. പുറത്ത് ബാൽക്കണിയിൽ ഭയങ്കര ചൂടാണ് ഇവിടെ ദുബായിൽ. അതുകൊണ്ട് പുറത്തൊന്നും നമുക്കിപ്പോൾ എല്ലാം കരിഞ്ഞു പോകുകയാണ്. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ലോ മെയിൻ്റനൻസിൽ ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ്. തുടക്കക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മണി പ്ലാന്റാണ് ഏറ്റവും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് മെയിൻ്റനൻസ് ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് അതുപോലെ തന്നെ വേറെയും കുറച്ച് പ്ലാന്റുകളുണ്ട് അധികം സൺലൈറ്റ് ആവശ്യമില്ലാത്തത്. എന്നാൽ നമുക്ക് അധികം കെയർ ചെയ്തില്ലെങ്കിലും അത് നന്നായി വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. ഈ സ്നേക്ക് പ്ലാന്റ്, ഇതിന് മദർ ഇൻ ലോ സ്റ്റങ്ക് എന്ന പേരുണ്ട്. അപ്പോൾ ഇതിന് അധികം മെയിൻ്റനൻസ് ആവശ്യമില്ല. ലെസ് സൺലൈറ്റും അതെ നമ്മളിപ്പോൾ അധികം വെളിച്ചമൊക്കെ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുവച്ചാലും ഇതിന് ഒരു പ്രശ്നമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ഞാൻ 2 എണ്ണം വാങ്ങി. കണ്ടോ, അതിൻ്റെ പല വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ. അപ്പം ഞാൻ വാങ്ങിയതിൽ ഇത് എഡ്ജ് യെല്ലോ കളർ എഡ്ജായിട്ടുള്ള ഇതാണ്. അപ്പം നമ്മളിത് ചെറിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതിങ്ങനെ ഇതേ ഇതിൽ മേലേക്ക് വരും. ഇപ്പോൾ വൈഡായിട്ടുള്ള പോട്ടാണെങ്കിൽ ഇതിങ്ങനെ വികസിച്ചു പോകും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും ഭംഗിയിൽ. പിന്നെ അതുപോലുള്ളൊരു പ്ലാന്റ് ആണ് അരിക്ക. നമ്മുടെ നാട്ടിൽ അടയ്ക്ക പറയില്ലേ, അതിൻ്റെ ഒരു ഫാമിലിയിൽ പെട്ടിട്ടുള്ളതാണ് അരിക്ക പ്ലാന്റ്. ഇതിനും അതെ വളരെ ലെസ് മെയിൻ്റനൻസ് ആണ്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് അധികം കിട്ടുന്ന ഭാഗത്ത് വെക്കരുത്. പിന്നെ വെള്ളം അതിൻ്റെ മണ്ണ് തൊട്ട് നോക്കിയിട്ട് ആ മണ്ണിന് നനവില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒരു പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് പറഞ്ഞ പോലെ തന്നെ അലോവേര എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അലോവേര. അപ്പോൾ അലോവേര അത് വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. വീട്ടിലായാലും നമുക്കിപ്പോൾ ബേൺ ആയിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് അങ്ങനെ പലതിനും നമുക്ക് അലോവേര വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഞാൻ തന്നെ അലോവേരയുടെ ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോവേര പുറത്തും വെച്ചിട്ടുണ്ട്, ഞാൻ അകത്ത് വെക്കുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായ പ്ലാന്റ് ആണ് ഇത് പീസ് ലില്ലി. അപ്പോൾ ഇതൊരു സിമ്പിൾ ഓഫ് സിമ്പതി എന്നാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിന് നമ്മൾ ആന്തൂറിയം പോലത്തെ ഒരു വൈറ്റ് ഫ്ലവറും ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ് ഇൻഡോർ പ്ലാന്റ്സിൽ. പിന്നെ കാറ്റ്സും ഡോഗ്സും ഒക്കെ ഉള്ളവർ ഇതിൻ്റെ ഇല അടിക്കാതെ നോക്കണം. അതിന് ഇത്തിരി പോയസൺ ഇതുണ്ട്. അതല്ലാതെ വെച്ചാൽ ഇത് നല്ല ഒരു പ്ലാന്റ് ആണ്. കാണാനും നല്ല ഭംഗിയാണ്. ഡാർക്ക് ഗ്രീനും പിന്നെ ഈ വൈറ്റ് ഫ്ലവർ. മണി പ്ലാന്റ് പോലെ വേറൊന്നും കൂടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന സ്വീറ്റ് പൊട്ടറ്റോ അതിൻ്റെയാണ്. അതിൻ്റെ കൂമ്പില് 2 സൈഡിൽ നിന്നുള്ളതും കട്ട് ചെയ്തിട്ട് ഇട്ട് നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രീപ്പറാണ് കേട്ടോ. ഞാൻ ഇത് ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് നട്ടിട്ടും അത് നന്നായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ അതും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സ്വീറ്റ് പൊട്ടറ്റോ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ 2 സൈഡിൽ നിന്നും മുറിച്ചിട്ട് മണ്ണിൽ നട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടും.
ദുബായിൽ മേടിച്ചത് വർസാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇന്റർനാഷണൽ സിറ്റിയുടെ ബാക്കിൽ ഇതിൻ്റെ തന്നെ നഴ്സറികളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ പുറത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കോസ്റ്റ് കുറവാണ് അവിടെ വർസാനിൽ പോകുന്നത്. വർസാനിൽ ഒരു സൈഡ് ഫുള്ള് ഇതുപോലത്തെ നഴ്സറികളാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ലെസ് കോസ്റ്റിൽ ഇതൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ കറി ലീവ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതും പുറത്ത് വെക്കുന്നില്ല, കാരണം പുറത്ത് നല്ല ചൂടായ കാരണം അകത്തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വീക്കിൽ ഇതെല്ലാം ബാത്ത് ടബിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഷവർ കൊടുക്കും. അപ്പം ഇലയും ക്ലീൻ ആവും, ആവശ്യത്തിന് വാട്ടറും കിട്ടും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. തുടക്കക്കാർക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ, കാരണം നമ്മൾ കൂടുതൽ സമയം ഉള്ളിലല്ലേ ചിലവിടുന്നത് ഇപ്പോൾ, പ്രത്യേകിച്ചും ഈ കൊറോണ ടൈമിൽ. അപ്പോൾ കുറച്ച് ശുദ്ധവായു ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.